ഒന്ന് വേഗം വിടറോ സഹപ്രവർത്തക. സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ പോയാലേ ജയിലിൽ ഒരു തെറിച്ചു പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെ ഉണ്ട്. അവന്മാരെത്തി യവന്മാരെ ഞാൻ പിടിച്ചോണ്ട് പോയാൽ ഞാൻ അത്രയും പണി നമുക്ക് കുറഞ്ഞില്ലേ സാറേ? 36 വർഷം ഈ വേഷം വിട്ട് ചരച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. റിട്ടയർമെന്റിന് മുമ്പ് ഈ മരമാക്രികളെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും യുവമാരുടെ കുഞ്ചിക്കടിച്ചേറ്റി പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ കൊണ്ട് കെട്ടിയെടുത്താൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. ഒന്ന് ചവിട്ടി വിടറോ. ബ്രേക്ക് ബ്രേക്ക്. എവിടെ കള്ളന്മാർ? കാക്കിയിട്ടോണ്ടാണോ അവിടെ കക്കുന്നേ? അത് തൊഴിലിന്റെ ഒരു യൂണിഫോം അല്ലേ? എന്നാ കതറിട്ടോണ്ട് കക്കിക്കൂടെ? എവിടെ തൊണ്ടി? ഇത് തെണ്ടി. തൊണ്ടി എവിടെ? വാങ്ങിച്ചു പിടിക്കണോ? ഇങ്ങനെ കൊണ്ടോ? കുപ്രസിദ്ധരായ 2 അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രംപിള്ള അറസ്റ്റ് ചെയ്തത്. എവിടെ പത്രക്കാർ? അവിടെ ഫോട്ടോ. എവിടെയാണ് പത്രക്കാർ? നടക്കണോ? സാറിന്റെ ടേപ്പ് റെക്കോർഡർ അതങ്ങ് കോടതി പറഞ്ഞാ മതി. സാർ സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു. കൂടുതൽ ലക്ഷം ഞാൻ ലാക്കപ്പി തരാം. ഈ അയ്യോ അല്ല, ഒരു പ്രമോഷൻ എനിക്ക് ടയറോ. അത് കേടായി പോയി. പണ്ടാരം വണ്ടി വിടറോ. ഇയാളേത് കോപ്പിലെ പോലീസാ? ജീപ്പ് നിർത്തണോ? ആ തടിമണ്ണെ കൂടി ഇതിനകത്തേറ്റം പോകണം. പതുക്കെ പറയണോ. റിട്ടയർഡ് ഐ ജി ശാന്തസുന്ദര സാറാ അത്. എന്താ രുദ്രംപിള്ള ഒരു ആഹ്ലാദം? 2 പിടിയിട്ടാ പുള്ളികളെ പിടിച്ചു സാർ. ആര്? ഈ ഞാൻ തന്നെ. എവിടെ? ജീപ്പിലുണ്ട് സാർ. പാട്ട് നിർത്തണോ. കോളനിയിലെ സ്ഥിരം മോഷ്ടാക്കളാ. ഹലോ. വെരി ഗുഡ്. ഇനി രുദ്രംപിള്ളക്ക് പ്രമോഷൻ ഉറപ്പാ. വേണോന്ന് വെച്ചാൽ ഈ രുദ്രംപിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാൻ സാർ. പിന്നെന്താ വേണമെന്ന് വെക്കാത്തെ? ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേന്ന വിനാശകാലേ വിപരീത ബുദ്ധി. എന്റെ ഒരു പ്രമോഷൻ തടഞ്ഞ ആനയായത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് അതൊന്നും ആലോചിച്ച പിടിയിട്ടില്ല എന്റെ സാറേ. അനുഭവത്തിൽ വരും. പോകാൻ ഇതോടോ ചിരിക്കുന്നേ? വെറുതെ അല്ലോട് തനിക്ക് പ്രമോഷൻ കിട്ടാതെ. വണ്ടി വിടറോ. ഹോസ്പിറ്റലിലേക്കാ? അല്ല, നിന്റെ അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട്. പ്രതികളായ സത്യരാജും ധർമ്മരാജും കുറ്റവാളികളാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതിനാൽ പ്രതികളെ 6 മാസത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത കോൺസ്റ്റബിൾ രുദ്രംപിള്ള ഈ കോടതിയുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. എല്ലാരും കൂടെ എങ്ങോട്ടാ? ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞ കേട്ടില്ലേ? ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രംപിള്ളയ്ക്ക് കഴിയും. 2 കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. ജെപി കറ. ശരി, നീ മുൻ സീറ്റ്. ഓ, അപ്പൊ ഞാനോ? നീ കറ. പോട്ടെ. ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടോ. എന്താ കാര്യം പറ. അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലിങ്ങനെ. താക്കോലും തരത്തില്ല. താക്കോലിങ്ങ അത് പറ്റത്തില്ല. താക്കോലി തുടങ്ങും. ഈ ജീപ്പേ എന്റെ സ്വന്തം വകയല്ലോ, ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ. അതാർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലത് നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണി കിടക്കണോടോ. നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു കള്ളന്മാരെ കൊണ്ട് പറയിച്ചു. ആദ്യമായി 2 എലുമ്പന്മാരെ കൈ കിട്ടിയ അഹംഭാവ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കകത്ത് ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പം ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിലെത്തിച്ചില്ല കണ്ടല്ല. വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തോ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബേറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല.
ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവിടെ? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരി ഒന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്ത് ഇങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നെയൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോകൂടാ. അയ്യോ സാറിന്റെ പ്രമോഷൻ പോകും. ഇതാ പറയുന്നത്, ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരുടെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം. എന്താ വണ്ടിയുടെ സ്പീക്കർ കാണാനല്ല? എന്റെ ഈശ്വര, എന്റെ സാറ് സ്പീക്കറില്ലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കറോ? ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തലകത്തിട്ട് നോക്ക്. നമുക്കൊന്ന് തള്ളി നോക്കാം. കൊല്ലേ സാറോട് ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. എന്നാ ഞാനിരിക്കാം. സാറ് തള്ളു. സാർ തള്ളരുത്. ഞാൻ തള്ളും. തള്ളു. തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ കേറിക്കോ. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ എന്റെ പ്രമോഷൻ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? നാണമില്ലല്ലോ തനിക്കൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ. ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി, അസല് ജീപ്പും പോയി സർ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓരോ ഫൂളിഷ്നെസ് കാണിച്ചു വന്ന് നിൽക്കും. 36 കൊല്ലമാരോട് താൻ ഈ ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലെ എബിമാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സർ, വേറെ ആരെങ്കിലും വെച്ച്. സാർ ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ 2 തണ്ടുകളെയും തൊണ്ടി സഹിതം ഈ രുദ്രംപിള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു ബറ്റാലിയൻ പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് കൂടെ തനിക്ക് തീർച്ചയായി തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോടോ. സാറിന്റെ പ്രമോഷൻ? തന്റെ പ്രമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ, ഇനി പെൻഷൻ ആകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് സാറിന്റെ പാല വലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ, എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്. കുഞ്ഞുകുട്ടി പരാതിക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. I say you get out. ഓ, നല്ല ഇംഗ്ലീഷ്. ആരാടി രാവിലെ തന്നെ വച്ച് കയറുന്നേ? അത് നമ്മുടെ ശാന്തസുന്ദരൻ സാറായിരിക്കും. ഓ, മറ്റുള്ളവരുടെ ശാന്ത നഷ്ടപ്പെടുത്തുന്ന ഇയാൾക്ക് ആരാടി ശാന്തസുന്ദരൻ പിള്ളാന്ന് പേരിട്ടേ? ഒന്ന് പതുക്കെ പറ. നിങ്ങളുടെ ശരീരം നന്നാക്കാനായിട്ട് വെളുപ്പിനെ ജോഗിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നതാ. അയ്യോ എന്റെ അമ്മോ, എന്നോട് വേണോടി കടുങ്കയ്യ്. അതിന് ഞാനെന്തൊരു ഓഹമാണ് എന്നോട് 2 ലിറ്റർ പാല്, 6 മുട്ട, 2 കിലോ ഏത്തക്ക, 12 ചപ്പാത്തി. ഇത്രയുമാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും ഉണ്ടെങ്കിൽ ഞാനൊരു ഹോട്ടൽ തുടങ്ങിയേനെ. ഈ ശരീരത്തിൽ കൊള്ളുന്ന അത്രയ്ക്കല്ലല്ലോ തമാശയുടെ സ്റ്റോക്ക്. പാരമ്പര്യമായി ഞങ്ങളുടെ തമാശക്കാരാ. ആഹാ. എന്റെ അച്ഛനും വലിയ തമാശക്കാരനായിരുന്നു. അപ്പൊ അച്ഛൻ ആരാച്ചാരായിരുന്നു. ഓടിക്കോ. എണ്ണ നന്നായി ചൂടാവട്ടെ. കോഴിയെ മുക്കിപ്പൊരിക്കാനുള്ളതാ. മുക്കിപ്പിടിക്കാൻ കോഴിയെ വേണ്ടടി. അയ്യോ, മസാല വേണ്ടി വറുത്തെടുത്ത് തിന്നോ? ആ പരുവത്തിന് വരഞ്ഞു വെച്ചിട്ടുണ്ട് അവന്മാരെ. ചേട്ടൻ എന്ത് പറ്റി? കുറുപ്പ് ഓട്ടം പഠിക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ നാട്ടുകാരിൽ ചിലർ ഗുസ്തി പഠിക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അവന്മാരുമായി ക്ലാഷ് ആയതാ. അയ്യോ എന്റെ അമ്മോ, അയ്യോ എന്നെ ഞെക്കിക്കൊള്ളുന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ കോപ്പിൽ ഇടപാടിനൊന്നും എന്നെ കിട്ടില്ലെന്ന്. ഇപ്പോഴെന്തായി? ആ പഞ്ചാര കഴിയാൻ ഇന്നും ഉണ്ടല്ലോ കുറെ.
മകെ ആ പീറ്റർ ജോൺസിനോട് പറഞ്ഞാൽ ഈ കിളവന്റെ ഷേപ്പ് മാറ്റും. ഇതിന് പീറ്റർ ജോൺസും വാട്ടർ സ്പോട്ടും ഒന്നും വേണ്ട, നമ്മൾ തന്നെ മതി. വാ. ഹായ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. അങ്കിൾ കുറെ ദിവസമായാലും ഇവിടെ ചുറ്റിക്കിറങ്ങി നടക്കുന്നു. എന്താണാവോ ഉദ്ദേശം? ഞാൻ അറിയപ്പെടുന്ന ഒരു സെക്സോളജിസ്റ്റ് എന്നൊരുപരി ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയാണ്. എന്നിട്ട് വല്ല പക്ഷികളും കണ്ടോ? എവിടെ? എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിലൊളിപ്പിച്ചു വെച്ചിരിക്കല്ലേ. ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിലെ വിന്റർ ട്രീസിൽ നിറയെ പക്ഷികളാ. ഈ ദേശാടന കിളികളെ. ഈ വിമൻസ് കോളേജിന്റെ കോമ്പൗണ്ടിൽ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് പ്രവേശനമില്ലല്ലോ. അങ്കിളുമാ, ഞങ്ങൾ കൊണ്ടുപോകാം. നിൽക്കു മകൾ. എന്താ കുട്ടാ ഇതൊക്കെ? ഞാനെന്താ നാൽക്കാലിയോ മറ്റോ ആണോ? നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പച്ചിലൊക്കെ കടിച്ചു തിന്നാനും പാവയ്ക്കാ നീര് കുടിക്കാനും? അത് നമ്മുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞിട്ടല്ലേ മുത്തശ്ശ? ആ റാസ്കൽ അങ്ങനെ പലതും പറയും. അവൻ ഫാമിലി ഡോക്ടറല്ല, ഫാമിലി കില്ലറാ. റിട്ടയർഡ് ജഡ്ജായ ഡാഡി ഇങ്ങനെ തുടങ്ങിയാലോ? റിട്ടയർഡ് ജഡ്ജിമാര് വൈക്കോലും കാടിവെള്ളവും മാത്രമേ കഴിക്കാവൂന്ന് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ? ഹെൽത്ത് കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാ. ഡയറ്റ് കൺട്രോളിന്റെ കാര്യത്തിൽ എന്റെ ഡാഡി കണ്ട് പഠിക്കേണ്ടിരുന്നു. ഓ ചുമ്മാ അല്ല അങ്ങനെ 48ാമത്തെ വയസ്സിൽ തട്ടിപ്പോയത്. മരിച്ചുപോയതിന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. എന്തൊരു കഷ്ടമായത്. ഡാഡിക്കൊന്നും മിണ്ടായിരുന്നൂടെ ഈ വയസ്സുകാലത്ത്? ആ ഇനി ഞാനായിട്ടൊരു കുടുംബകലഹം ഉണ്ടാക്കുന്നില്ല. പച്ചലയെങ്കിൽ പച്ചല. വേണ്ടാന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നോക്കിയാൻ അറിഞ്ഞു. അറിയാൻ ഭാഗത്ത് നീട്ടി വെച്ചിരിക്കുകയല്ലേ ഞാൻ. നീ ഒരൊറ്റ കാരണമാ എന്റെ അങ്ങേര് നാട് വിട്ടുപോയത്. നാട് വിട്ടു പോയെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പുകൊണ്ടാ. എടി എന്റെ പ്രസവരക്ഷയ്ക്ക് കൊണ്ടുവന്നല്ലോ നിന്നെ. എന്നിട്ട് നിന്റെ പ്രസവം കൂടി എടുക്കേണ്ടി വന്നില്ലയോ എനിക്ക്? ഞാൻ ഗർഭിണിയായെങ്കിലേ അത് ചേച്ചിയുടെ കഴിവുകേട് കൊണ്ടാ. സുന്ദരേശൻ ചേട്ടൻ വീട്ടിൽ പെണ്ണു കാണാൻ വന്നപ്പോഴേ എന്നെ കണ്ടിട്ടാ കല്യാണത്തിന് സമ്മതിച്ചത്, അല്ലാതെ നിന്റെ മരമാന്റെ കണ്ടിട്ടല്ല. ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു മോന്ത അല്ലയോ? അമ്മയ്ക്ക് എന്തിനാ ഇവിടെ കിടന്ന് വേണ്ടതിന് വിളിച്ചോ? കൊച്ചുപിള്ളേരെ ചീത്തയാക്കരുത്. ഇത് കേട്ടിട്ട് വേണം അവര് ചീത്തയാവാൻ. എവിടെ വഴിക്ക് കിടന്ന തായ്വയില്ലയോ? 8 ഗുണം 10 ഗുണം. അപ്പൊ അവിടെ കിടക്കുന്ന 6 വിത്ത് ഏതാടി? പാവം സുന്ദരേശൻ ചേട്ടനെ വഞ്ചിച്ച് കണ്ടവന്റെ കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പാരമ്പര്യം നിന്റെ അമ്മയ്ക്കാടി. അമ്മയ്ക്കോ? എടാ അടി നടക്കുന്ന അവിടെ. അടിക്കട്ടെ അടിക്കട്ടെ. അവർ തള്ളക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സ്വന്തം തള്ളക്കാണല്ലേ വിളിച്ചത്. 2 തലയാണോ? ഒരു തലയേ ഉള്ളൂ. ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം. നമുക്ക് അടിച്ചു പൊളിക്കാം. പൊളിക്കാനൊന്നും പറ്റില്ല. ഇതിന്റെ അപ്പൂപ്പൻ പണിക്ക് ബംഗ്ലാവാ. ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാ. ഭാവി എന്നിടം പാതാളം എന്നാ പറഞ്ഞു കേട്ടേക്കണം. എടുത്തോ, ഇടിച്ചോ, ഓടിക്കോ. ഞാനുണ്ട്, ചാടിക്കോ. വരൂ വരൂ. എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ? ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടുക്കി വെച്ചേക്കും. ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേ. ഇവരിതെന്തിനുള്ള പുറപ്പാടാ? വൈസന്മാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേ. എല്ലുപിടിക്കാര് കാണണ്ട. ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ഇഷ്ടത്തിന് തിന്നാം, കുടിക്കാം, ആടാം, നിക്കറോ? ആരുടെ നിക്കർ? അല്ലടാ ലിക്കർ. സംസ്ഥാന സമ്മേളനം അല്ല, വൈസന്മാരുടെ ക്യാമറ എന്നാ തോന്നണേ. വയസ്സന്മാരെ അടിച്ചു പൊളിക്കണല്ലടാ. കൊതിയാവണു വയസ്സനാകാനോ? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും ഇരിക്കാം. ചിക്കൻ, പൊറോട്ട,
ചിക്കന്റെ കാര്യത്തിൽ ഈ പൊറോട്ട തിന്നുന്ന പൊറോട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എല്ലോ പട്ടിയുടെ മുമ്പിൽ തന്നെ വീണു. ഒരു തരി മാംസം പോലും ഇല്ല. ഇവനാരുടെ ക്ലീനിങ് മെഷീനോ? അങ്ങോട്ട് വലിച്ചേരടാ. ഇവിടെ നോക്കിയാണ് അസ്ഥി എറിയുന്നത്. ഞാൻ എന്നാ ഉன்னுடைய വേസ്റ്റ് ബോക്സാ? ഞാൻ എറിഞ്ഞെന്ന കൊറേ നേരമായി ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കഷം മാംസം കടിച്ചെടുക്കാൻ പറഞ്ഞ പാട്. ഒരു ഐഡിയ. എന്താ? നമുക്ക് ഇവരെ പോവച്ച് പുറത്തടിച്ചാലോ? അതിന് പോക്കാനൊന്നും ഇല്ലല്ലോ. അവരെ തമ്മിലടുപ്പിച്ച് പുറത്തടിച്ചാലോ? അതിന് വഴിയുണ്ട്. ഇത്ര വലിയ കല്ലോ പെട്ടെന്ന് പുറത്തടിക്കാൻ ഇത് എന്നെ വേണം. ഉന്നം തട്ടല്ലേ? ഓ, അത് നിനക്ക്. പരട്ടപ്പെട്ടത് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നാ എന്നോട് കളിച്ചാ ഇങ്ങനെ ഒന്നും വടിയെന്ന് തോന്നണേ. മേജറേ, മേജറേ, എടോ മേജറേ. എന്താടോ വലിയ സന്തോഷത്തിലാണല്ലോ? കാര്യമുണ്ടോ? നമുക്കൊക്കെ ഒരു കോൾ അടിച്ചിരിക്കുക. കോള് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താനിങ്ങ് കേറുക. എടോ, ഞാൻ ഇത് കണ്ടോ? ഇതിൽ പല ഒരു ഗുഡ് ന്യൂസ് എന്തുണ്ടോ? നോക്ക. ലവ് ലാൻഡ് 60 റോസാപ്പൂക്കൾ വിരിയുന്നു. താൻ മുഴുവൻ വായിക്കണോ? അസ്തമയത്തിനു മുൻപൊരു പൂക്കാലം. വാർദ്ധക്യം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ മനസ്സു മടുപ്പിക്കുന്നുവോ എങ്കിൽ യൗവനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. 30 days with us. ഊട്ടിയിലെ ജി കെ ഗ്രൂപ്പുകാരുടെ പരസ്യമാ. നമുക്ക് റിട്ടയർമെന്റ് എന്ന അടിച്ചു പൊളിക്കാൻ. ഇനി എന്താ ഉണ്ട്? അപ്ലിക്കേഷനോടൊപ്പം ബയോഡാറ്റയും ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർ ചോദിക്കുന്ന എന്തും കൊടുക്കാടോ. എങ്ങനെങ്കിലും നമുക്കിതിന് പോണം. ഒരു മാസമെങ്കിൽ ഒരു മാസം ഈ വീട്ടുകാരെങ്കിൽ ഇതൊന്ന് രക്ഷപ്പെടാമല്ലോ. സംഗതി എനിക്കും താല്പര്യമുള്ളത് തന്നെ. എങ്കിലും നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇനി ഒന്നും ആലോചിക്കാനില്ല. താൻ ഇന്ന് തന്നെ കാളനിയിലെ വൃദ്ധസമാജം വിളിച്ചു കൂട്ടണം. നമുക്ക് എല്ലാരെയും കൊണ്ടുപോവാ. കുറച്ചു ദിവസമായിട്ട് ഇടയ്ക്കിടെ ഇവന്മാര് മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അന്നം മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഈശ്വര, ഈ മീറ്റിംഗ് മരണം വരെ പോട്ടെ. വാർദ്ധക്യത്തിന്റെ പടിക്കെട്ടിൽ വേദനയുടെ തീക്കാറ്റേറ്റ് കഴിയുന്ന നമുക്ക് എവർക്കും എല്ലാം മറന്ന് ഉല്ലസിക്കാനായി കിട്ടുന്ന 30 ദിവസങ്ങളാണ് ലൗലാൻഡിലെ ഈ ക്യാമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഊട്ടിയിലെ വനാന്തര പ്രദേശത്താണ് ക്യാമ്പിന്റെ സ്ഥലം. സിറ്റിയിൽ നിന്നും ഏതാണ്ട് 30-ലേറെ കിലോമീറ്റർ ഉള്ളിലാണ്. ഭക്ഷണം, താമസ സൗകര്യം എല്ലാം ഓരോരുത്തരുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച് ലഭിക്കുന്നതാണ്. 60-ന് മേൽ പ്രായമുള്ളവർക്ക് അഡ്മിഷൻ അവകാശമുള്ളൂ. ഇനി നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. ദൈവമേ, നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കാനുള്ള പരിപാടി എന്നാ തോന്നണേ. പുരുഷന്മാരായ ഞങ്ങൾ എപ്പോഴേ റെഡിയായി കഴിഞ്ഞു. ഈ സ്ത്രീകളെല്ലാവരും കൂടി വരണമെന്ന് ഒരപേക്ഷയുണ്ട്. എങ്കിലും ഒരു ബൂട്ടുണ്ടാകും. ഫൽഗുണന്റെ ഈ പഞ്ചാരടി ഉണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ അഭിപ്രായം എല്ലാവരും പങ്കെടുക്കണം എന്നാണ്. ഇയാളാര്? അമേരിക്കൻ പ്രസിഡന്റാ? പതുക്കെ പറ. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ കേട്ട പ്രശ്നമാവും. ഈ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം. അല്ലേ മേജറെ? അതെ, ബയോഡാറ്റ സഹിതമാണ് അയക്കേണ്ടത്. സെലക്ഷൻ ആവുന്നവർക്കേ പ്രവേശനമുള്ളൂ. എന്നാൽ ഇവൾക്കത് കിട്ടാതെ പോട്ടെ. എന്നാൽ ഇവൾക്കും കിട്ടാതെ പോട്ടെ. എനിക്കൊന്ന് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ വെച്ച് ഞാൻ തന്നെ മാന്തണോ? മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സൈലന്റ്. എല്ലാവരും കേൾക്കാൻ ഞാൻ പറയുന്നു. നമ്മൾ ലൗലാൻഡിൽ പോകാൻ തീരുമാനിക്കുന്നു. വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പെർമിഷൻ വാങ്ങുന്നു, നമ്മൾ പോകുന്നു. കേട്ടോടാ, നമ്മുടെ അന്നദാതാക്കൾ ഊട്ടിക്ക് പോകുന്നു. കഞ്ഞുകൂടി മുട്ടിയിടാ. കഞ്ഞുകൂടി മുട്ടാതിരിക്കാൻ നമ്മളും പാക്കപ്പ് ആകുന്നു. എങ്ങോട്ട്? ഊട്ടിക്ക്. ശാന്തസുന്ദരം, ശാന്തനായ സുന്ദരം, റിട്ടയർഡ് പോലീസ് ഓഫീസർ ഫ്രം കാലിക്കറ്റ്. അതെ, എന്നെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. അറിയാം, പക്ഷെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പാച്ചൂസ് പ്ലാന്റേഷൻസ് ഫ്രം ടിച്ചൂർ. 3 വർഷം പ്രാന്താശുപത്രിയിൽ കിടന്നിട്ടും ഭ്രാന്ത് മാറാത്ത പാട്ട്.
വീട്ടുകാർക്ക് ശല്യമായപ്പോൾ എന്നെ ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് അയച്ചതാ. തമാശക്കാരനാണല്ലേ? തമാശക്കാരന്റെ ഒപ്പൻ. എന്താ എന്നെയോ എന്താ ഇത്? എന്താ നിങ്ങൾ കാണിക്കുന്നത്? വട്ട് മുഴുവട്ട് നിന്നെ ഞാൻ കൊല്ലും. അയ്യോ എന്താ പോ. അല്ലെങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കണം. എന്ത് വേണമെങ്കിലും അനുസരിക്കാമേ. ഞാൻ വട്ടനാണെന്നുള്ള വിവരം ഇവിടെ ആരും അറിയരുത്. ഇല്ലേ? അറിഞ്ഞാൽ ഒന്ന് തന്നെ തട്ടും. നിനക്ക് ഓട്ടം തൊഴിൽ അറിയാമോ? അറിയില്ല. ആ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അറിയണം. ഉള്ളടാ, സത്യം എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. അറിയില്ല. ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ തലയിൽ തോന്നിയ പോലെ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ തലയിൽ തോന്നിയ പോലെ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ തലയിൽ തോന്നിയ പോലെ. വായനാശീലമുണ്ട്. വല്ലപ്പോഴും വായിക്കണം, ഒരുപാട് വായിക്കണം. വായിക്കാൻ ഞാൻ ഈ നിലയിലെത്തിയത്. ഇയാൾ വായിക്കാറുണ്ടോ? പിന്നെ എങ്ങനെയുള്ളതാണ് വായിക്കാൻ? ഞാൻ സാധാരണ തബലയിൽ വായിക്കാറ്, പിന്നെ ഇടക്കിടക്ക് കൊങ്കോട്ടറും വായിക്കും. അതല്ല ചോദിച്ചത്. അതായത് പുസ്തകങ്ങൾ. മാക്സിമം ഗോർക്കിയുടെ അമ്മ വായിച്ചിട്ടുണ്ടോ? അത് അയാളുടെ അമ്മയടുത്ത് ചോദിക്കണം. നോ നോ നോ, മാക്സിമം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഈ ജോലി തിരക്കിനിടക്ക് സമയം കിട്ടണ്ടേ ചേട്ടാ? ഇയാളോടൊന്നും പറഞ്ഞ കാര്യമില്ല. കുറ്റി വായിക്കണം. ഉദാഹരണമായി ഹിറ്റ്ലറുടെ അന്നാ കരീന. ഓ, അതാണ് വായിക്കേണ്ടത്. ചൂട് ചായ കുടിച്ച് അണ്ണാക്ക് കരിഞ്ഞൊരു നീനയുടെ കഥ, അന്നാ കരീന. ആറ്റൻബറോയുടെ ജിറാസി പാർക്ക് അത് വായിക്കണം. പണ്ടൊരു പാർക്കിൽ വെച്ചൊരു പ്രണയ ജോഡികൾ വേർപിരിഞ്ഞ കഥ. ഹിറ്റ്ലറുടെ ശാകുന്തൾ. ഒരുപാട് തള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ശാകുന്തൾ ഇതുപോലൊരു തള്ളി ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലേ. സാധിക്കുന്ന ഒരു പുസ്തകം തരാം. വായിക്കണം, പഠിക്കണം, പ്രാക്ടിക്കലാക്കണം. താങ്ക് യു. എന്ത് വൃത്തിയാണ് നീ കാണിക്കുന്നത്? കിളവനാണെങ്കിലും മനസ്സിലേക്ക് പോകാം. ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. ഇത് കണ്ടോ? അയ്യേ, ഈ കാമശാസ്ത്ര ബുക്കാണ് പിള്ളേർ കൊടുക്കുന്നത്. കുട്ടി കംപ്ലൈന്റ് ചെയ്യണ്ട. ആ കരയണ്ട കൊണ്ട് ഞാൻ കൊണ്ടാക്കാം. ഇടപോട്ടെ, ഇതാണ് പിള്ളേർക്ക് വായിക്കാൻ കൊടുക്കുന്നത്. അയ്യ, കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ്